ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ വാക്കം എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പെൻ ടാബ്ലറ്റ് നമ്മൾ എങ്ങനെ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കുക. വാക്കം 472 എന്ന് പറഞ്ഞ വേർഷനിൽ. അപ്പോൾ ഇതാണ് നമ്മളെ വാക്കം പെൻ ടാബ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിത് ഡ്രോയിങ്ങിനും ഓൺലൈൻ ക്ലാസ്സസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റാണിത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ Linux WACOM.github.io എന്ന് പറഞ്ഞ സൈറ്റ് എടുത്തിട്ട് അതിലിവിടെ ഓപ്ഷൻസ് പറയുന്നുണ്ട്. കേണൽ ഡ്രൈവർ, എക്സ് ഡ്രൈവർ, ലിബ് വാക്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്തു, ഇൻപുട്ട് വാക്യൂം എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് ഇൻസ്റ്റാളിങ് ഇൻപുട്ട് വാക്യൂം ഫ്രം സോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡിബിയനിൽ, റെഡ് ഹാറ്റിൽ, മറ്റേ വേറെ ലിനക്സ്, അങ്ങനെ ഏത് വേർഷനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഉബുണ്ടുവിലാണ് ചെയ്യുന്നത്. ഡിബിയൻ, ഉബുണ്ടു ആൻഡ് മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഈ കമാൻഡ് നമ്മൾ കോപ്പി ചെയ്യുക. അതിന് ശേഷം നമ്മളെ ടെർമിനൽ നമ്മൾ ഓപ്പൺ ചെയ്യും. ടെർമിനലിൽ നമ്മൾ ഈ കമാൻഡ് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ പാസ്വേഡ് ചോദിക്കും റൂട്ടിൻ്റെ, അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിൻ്റെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് റിലീസ് പേജ് എന്ന് പറഞ്ഞത് നമ്മൾ ഓപ്പൺ ചെയ്യാം. നമ്മളൊരു പുതിയ ടാബായിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഇവിടെ പറയുന്നുണ്ട് 0.48, നമ്മളിപ്പോൾ 47 നോക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഒരു സിപ്പ് ഫയൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഹോമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഹോമിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ കമാൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് നമ്മളിവിടെ നിന്ന് ഓപ്പൺ ടെർമിനൽ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫോൾഡറിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വരണം. അപ്പോൾ ഇവിടുന്ന് നേരിട്ട് ഓപ്പൺ ടെർമിനൽ കൊടുത്താൽ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് വരും. അതിന് ശേഷം നമ്മളെ ഇൻസ്റ്റാളിങ് പേജ് എടുത്തതിന് ശേഷം ഇവിടെ ബിൽഡ് ഓർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ കമാൻഡ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് കോപ്പി ചെയ്യാം. അതിന് ശേഷം നമ്മളെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നമ്മളത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ റൂട്ടിൻ്റെ പാസ്വേഡ് ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ എന്ത് ചെയ്യാം, പാസ്വേഡ് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഓപ്ഷൻ വരുന്നത് മൊഡ്യൂൾ ലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു കമാൻഡ് നമ്മൾ കോപ്പി ചെയ്യുക. അതിന് ശേഷം നമ്മൾ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ആ ഓപ്പൺ ചെയ്ത് ഇൻപുട്ട് വാക്യൂം ഓപ്പൺ ചെയ്തല്ലോ, ഓപ്പൺ ടെർമിനൽ, അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ഇതിൻ്റെ വേർഷൻ ഇവിടെ കാണിക്കുന്നുണ്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം.